എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസപ്പടി കേസിൽ അന്വേഷണം തുടരുകയാണ്. വീണയെ ചോദ്യം ചെയ്തു, പലതവണ ചോദ്യം ചെയ്തു, CMRൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. ഇതിനകത്ത് പിണറായി കുടുംബത്തിലെ മറ്റൊരാൾക്ക് പങ്കുണ്ട് എന്ന ഒരു സൂചന വന്നു. അത് മുഹമ്മദ് റിയാസ് ആണ് എന്ന സൂചനകൾ വന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇടപാടുകൾ, CMRലുമായിട്ടുള്ള ഇടപാടുകൾ അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനുമപ്പുറം പിണറായി വിജയനിലേക്ക് അന്വേഷണം പോകുന്നു, പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനയും വരുന്നുണ്ട്. സർ, സ്വാഗതം ഈ ചർച്ചയിലേക്ക്. എങ്ങനെയാണ് ഈ കേസിൻ്റെ ഒരു പുരോഗതി? ഇപ്പോൾ ഈ അടുത്ത 2-3 ദിവസങ്ങളായി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വാർത്തകളായി വരുന്നില്ല. ED എന്താണ്, ഒരു ഇടവേള എടുത്തോ അതോ ED കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെയാണോ? ആരാടാ ഈ ED? ഇറങ്ങി മാടാ തെമ്മാടികളെ. പിണറായിലെ പാണ്ഡ്യാലമുക്കിൽ കഴിഞ്ഞ ദിവസം കേട്ട മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യമേ ഉണ്ടായുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ പാഠം പഠിച്ചു. കല്ലും സിമൻറ്റ് കട്ടയും മുട്ടയുമായിട്ടൊന്നും പോയില്ല. കാരണം സഖാക്കളെല്ലാം ജയിലിനകത്ത് തന്നെ ജാമ്യം കിട്ടവനെയും പിടിച്ച് തിരിച്ചിട്ടു. അതിൻ്റെ ഗൗരവം മനസ്സിലായി. പിന്നെ പാണ്ഡ്യാല മുക്കല്ലേ, പിണറായി വിജയൻ്റെ മുക്കല്ലേ എന്ന് പറഞ്ഞ് കുറേ പേര് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വന്നത് ED വന്നത് ഈ പ്രാവശ്യം വില്ലേജ് ഓഫീസറിനോട് പോകണം. എന്തിനാണ് ഈ വില്ലേജ് ഓഫീസർ വരുന്നത്? കാരണം ആ സ്ഥലത്തെ പിണറായിയിലെ വസ്തുവിൻ്റെ രേഖകൾ മുഴുവൻ ഉള്ളത് വില്ലേജ് ഓഫീസറുടെ, അതിൻ്റെ സർവേ നമ്പർ അനുസരിച്ച് ഉള്ളത് വില്ലേജ് ഓഫീസറുടെ പക്കല. ഓരോ മണ്ണിൻ്റെയും ഉടമ ഓരോ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന, ഇന്ന സർവേ നമ്പറിൽ ഇന്ന വസ്തു ഇന്നാർക്ക് എന്ന് അറിയാവുന്ന വ്യക്തി എന്ന് പറയുന്നത് വില്ലേജിലെ ഏറ്റവും അധികം അധികാരമുള്ള വ്യക്തികളിൽ ഒരാളായിട്ടുള്ള വില്ലേജ് ഓഫീസറാണ്. അവരെയും കൂട്ടിയാണ് ED വന്നിരിക്കുന്നത്. എന്തിനാണ് വന്നിരിക്കുന്നത്? ഇതാദ്യമായിട്ടാണ് ഈ കേസിനൊരു ട്വിസ്റ്റ് വരുന്നത്. ഇതുവരെ നമ്മൾ ബാങ്ക് ഇടപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് ആയിരുന്നു, അതുപോലെ തന്നെ 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചായിരുന്നു. ഇതിപ്പം മണ്ണിലോട്ട് ഇറക്കിയിരിക്കുക കേസ്. മണ്ണിലോട്ട് കേസ് ഇറങ്ങിയിരിക്കുന്നു. അടിസ്ഥാനത്തിലേക്ക്, ആധാരത്തിലേക്ക് കേസ് എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കേസിലും പുറം ലോകം ഒന്നും അറിയില്ലായിരുന്നു. ഈ കേസും നമ്മുടെ സുകുമാരക്കുറുപ്പിൻ്റെ കേസിലെന്ന പോലെ അവിടെ ഒരു പോലീസുകാരൻ പ്രവർത്തിച്ചതുപോലെ ഇവിടെ അങ്ങനെ ഒരു വ്യക്തിയല്ല, ഒരു സ്ഥാപനം, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അവർ കണ്ടെത്തി ഇങ്ങനെ ടാക്സ് കൊടുത്തിരിക്കുന്നു. തുടർന്ന് വന്ന ED ആ ടാക്സ് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് ആ സ്ഥാപനത്തിനുണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ബെനിഫിറ്റും കിട്ടിയില്ല എന്നറിയാൻ പറ്റി. അതായത് ഇതിന് ടാക്സ് കൊടുക്കാമായിരുന്നു, കാരണം ഞങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല, പിന്നെ തന്നെ ടാക്സ് കൊടുക്കുന്നതെന്ന് കമ്പനി വിചാരിച്ചു. അവരുടെ ആ ഒരു വിചാരമാണ്, പൈസ ലാഭിക്കാനുള്ള ഒരു വിചാരമാണ് ഈ കേസിലേക്ക് നയിച്ചത്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇതിൻ്റെ പൈസ ടാക്സ് അടച്ചിട്ടില്ലല്ലോ, അത് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് കമ്പനി എങ്ങനെയോ വായിന്ന് വീണുപോയി. അവിടെ തൊട്ടാണ് ഈ കേസിലേക്ക് പോകുന്നത്. സാധാരണഗതി കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നടത്തിയിരിക്കുന്ന തിരിമറികളെക്കുറിച്ച്, അഴിമതികളെക്കുറിച്ച്, കുഴൽ ഇടപാടുകളെക്കുറിച്ച്, മണി ലോണ്ടറിങ്ങിനെക്കുറിച്ച്, കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചൊക്കെ ചെന്നിട്ട് അത് 2 ബാങ്കുകളിലുള്ള ഡിജിറ്റൽ രേഖകളുടെയും ബാങ്ക് ലോക്കറിലുള്ള പ്രോപ്പർട്ടി അവിടം വരെ വന്നെത്തുന്നതേ ഉള്ളൂ. ഇപ്പോൾ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണം ലാൻഡ് വാങ്ങിക്കാനും, വസ്തു റിയൽ എസ്റ്റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, ആ പ്രോപ്പർട്ടി കൈക്കലാക്കാൻ വേണ്ടിയും ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടുമില്ല. ആ ഭൂമി ഇടപാടുകളിലേക്കും ഇത് പോയിരിക്കുന്നു. ആ പണം ഉപയോഗിച്ച് ഇന്ന സ്ഥലങ്ങളിൽ ഇത്രയധികം ഭൂമി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യം. അവിടുത്തെ 2 സ്ഥലങ്ങളിലുള്ള വസ്തുവിനെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ അന്വേഷണം നടത്തിയത്. വില്ലേജ് ഓഫീസർ കാണിച്ചു കൊടുത്തത് പാതിരിയാട്, എടക്കടവ് എന്നീ സ്ഥലങ്ങളിൽ വീണ ടീക്കോ അല്ലെങ്കിൽ പിണറായി വിജയനോ സ്വത്ത് ആർജിച്ചിട്ടുണ്ട്. ഈ കേസിന് ശേഷമല്ല, ഈ ഇടപാട് നടന്നതിന് ശേഷം എന്നുള്ളതാണ്. അവിടേക്ക് അന്വേഷണം പോവുക. അന്വേഷിച്ചിട്ട് അവർ പോയി, അറസ്റ്റ് ഒന്നും നടന്നില്ല. ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരു കാര്യം, ED ഇപ്പോൾ വളരെ കരുതലോടുകൂടി തന്നെയാണ് പോകുന്നത്. കാരണം നമ്മളൊരു കേസിൽ പോയി അവരെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ
കോടതിയുടെ ചോദ്യം ചെയ്യൽ വന്നിട്ട് നമുക്കവരെ വിട്ടയക്കേണ്ട അവസ്ഥ വരുവാണെങ്കിൽ അത് നാണക്കേടാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയമായി വലിയ ചർച്ചയാവുന്ന കേസ്. അറിയാം. ഒരു കാര്യം കൂടെ നമ്മളിവിടെ ഓർക്കണം. EDയുടെ 3 പേര് വന്നപ്പോൾ വളരെ വധശ്രമത്തിനുള്ള ശ്രമം അവിടെ നടന്നു, നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ED പേടിച്ച് പിന്മാറുന്നുണ്ടോ? പിന്നെയും കൂടുതൽ കരുത്തോടു കൂടി അവർ പോവുകയാണ്. കോടതി പറഞ്ഞത് എന്താണ്? ഇവരെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണിത്. ഇവരെ പുറത്തുവിട്ട് ജാമ്യം കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇവരെ പുറത്തുവിട്ടാൽ ഇവർ കൊല്ലും. കോടതിയുടെ ബോധ്യമാണ് അത്. നമുക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കോടതിയുടെ ബോധ്യമാണ് കൊല്ലും എന്നുള്ളതാണ് പറയുന്നത്. ഈ കൊല്ലും എന്നുള്ള ഭീഷണി നിലനിൽക്കെ ED ഉദ്യോഗസ്ഥർ സാക്ഷാൽ പിണറായി വിജയൻ്റെ സ്വന്തം വെച്ച വീടിന് മുമ്പിൽ ചെന്നിരിക്കുക. കണ്ണൂരിലെ അവരുടെ പാർട്ടി കോട്ടയുടെ മുമ്പിലേക്ക്. പിണറായി എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറായിട്ടുള്ള സഖാക്കളുള്ള സ്ഥലം. എന്തായാലും അവർ വന്നൊരു നാടകം കാണിച്ചു. ആരാടാ ED? ഇറങ്ങിപ്പോടാ തെമ്മാടികളെ. പറച്ചില്ലേ ഉള്ളൂ, കുരയ്ക്കും പട്ടി കടിക്കില്ല, പിന്നൊന്നും ഉണ്ടായില്ല. മനസ്സിലായില്ലേ? ആ രീതിയിലേക്ക് ഒതുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്കും EDക്കും സാധിച്ചു. അങ്ങനെ നിങ്ങളുടെ ഈ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ഭയന്നു പോവുകയില്ല. അവർ ഉദ്യോഗസ്ഥർ അവർ ചെയ്യാനുള്ള ഡ്യൂട്ടി ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഏറ്റവും തമാശ എന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യമാണ്. അതായത് ഞങ്ങളെ വളഞ്ഞിട്ടടിച്ചോളൂ, രക്തസാക്ഷി പരിവേഷം നൽകുക. സംഘപരിവാറിന് മുമ്പിൽ തന്നെ ഇരിക്കാനിടയില്ല. എന്തു വിഡിത്തമാണ് കുമാർ ഈ പറയുന്നത്? സംഘപരിവാറിന് ഇത് എന്താ റോള്? സംഘപരിവാറിൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത്താണോ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്? ഇയാളിത് പറയുന്നു. പാർട്ടിയുടെ മറ്റൊരു വിഭാഗം MV ഗോവിന്ദനും AK ബാലനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ രാഹുൽ ഗാന്ധി അങ്ങേര് ഇപ്പോൾ നാട്ടിൽ പോലും ഇല്ല, എവിടെയാണെന്ന് ആർക്കും ഒരു പിടിയില്ല. അദ്ദേഹം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോൾ എന്താ നിങ്ങൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? കേജ്രിവാളിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തല്ലോ, പിന്നെന്താ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു പോയി. അപ്പോൾ അതിന് ഉത്തരമായിട്ട് വിധേയരായിട്ടുള്ള, അതായത് രാഹുൽ ഗാന്ധിയുടെ വിധേയരായിട്ടുള്ള മോദിയും കൂട്ടരും ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സതീശനും അമിത്ഷായും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അറസ്റ്റ്. സതീശനൊന്ന് അറസ്റ്റ് ചെയ്തോ? എന്തു ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആരാ? CPM കേന്ദ്രത്തിലെ EDയെ ഉപയോഗിച്ചുകൊണ്ടും നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ പ്രതികാരം ചെയ്യത്തക്ക രീതിയിലൊരു പാർട്ടിയുടെ സൈസ് നിങ്ങൾക്കുണ്ടോ? മലയുടെ മുമ്പിൽ എലി പോലല്ലേ ഉള്ളൂ. BJPയുടെ മുമ്പിൽ നിങ്ങളെക്കുറിച്ചുള്ള ശരിയായൊരു ധാരണ ആദ്യം നിങ്ങളുണ്ടാക്കും. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിനെ തകർത്തിട്ട് എന്താ കാര്യം? അയ്യോ പാവം കഷ്ടം എന്നല്ലേ തോന്നുന്നു? ഒന്നുമില്ല. പട്ടിണി കിടക്കുന്ന ഒരാളിനെ കാണുമ്പോൾ നമുക്കൊന്ന് കഷ്ടമല്ലേ തോന്നത്തുള്ളൂ. CPMനെ സംബന്ധിച്ചിടത്തോളം 99 സീറ്റിൽ നിന്ന് അതിൻ്റെ 3-1 താഴെയായിട്ട് പോയി. അയ്യോ കഷ്ടം എന്ന് തോന്നുന്ന സഹതാപം അർഹിക്കുന്ന നിങ്ങളെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് BJP ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കല്ലേ. കോമൺ സെൻസ് ഉണ്ട് എല്ലാവർക്കും. അതൊന്നും അല്ല കാര്യം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അതിൽ നിന്ന് നൂരിപ്പോകാൻ നിങ്ങൾ ഈ സംഘപരിവാർ എന്ന് പറയുമ്പോൾ കുറേ വിഡ്ഢികളുണ്ടല്ലോ. സംഘപരിവാർ ചെയ്യുക, നമ്മുടെ സഖാവിനെ ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ ചെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ ആളെ ഇറക്കിക്കൊണ്ട് അവിടെ കാർ തകർത്തതും ഡ്രൈവറുടെ കണ്ണടിച്ച് പൊട്ടിച്ചതും. അത്രയും നിങ്ങൾ സാധിച്ചു, ശരിയാ, നേട്ടമാണ്. പക്ഷേ ഇന്ന് അവരെവിടെ കിടക്കുന്നു? നിങ്ങളത് ഇങ്ങനെ സുഖിച്ച് ഇന്നോവ കാറുകളിൽ കിടക്കുന്നു. അത് ജയിലിൽ കിടന്ന് അനുഭവിക്കും. ഉടനെ അങ്ങ് ഇറങ്ങില്ല കേട്ടോ, ഉടനെ അങ്ങ് ഇറങ്ങില്ല. അത് അവർ കിടന്ന് അനുഭവിക്കും. അവരുടെ അച്ഛനും അമ്മയ്ക്കും പോയി. ഇത്രയേ ഉള്ളൂ സംഭവം. UAPA കേസ് പോലാറുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തടസ്സപ്പെടുത്തി. ഇനിയെങ്കിലും സഖാക്കളെ പഠിച്ചു. കേന്ദ്ര ഏജൻസിയാണ്. അതിൻ്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഡ്ഢിത്തം, മുഹമ്മദ് റിയാസ് വിദ്യാഭ്യാസമുള്ള ആളാണല്ലോ, അദ്ദേഹം ഇങ്ങനെയൊന്നും വിദ്യാർത്ഥി പ്രസ്ഥാനം നയിച്ച ആളാണല്ലോ. ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ പറയരുത്. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഒരു പക്ഷേ എനിക്കറിയില്ല തെറ്റിൽ അല്ലെങ്കിൽ സംശയകരമായ സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അന്വേഷണവുമായിട്ട് സഹകരിക്കുക. അല്ല ചുമ്മാ ഈ സംഘത്തിനൊന്നും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. സംഘത്തിൻ്റെയൊക്കെ അജണ്ട വേറെയാണെന്നേ. അതവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കൊന്ന് തലയെല്ലാം വെട്ടി തീർക്കാമെന്ന് വിചാരിച്ചല്ലോ, അത് നടന്നിട്ടില്ലല്ലോ. അവരുടെ അജണ്ട നടപ്പാവുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കിടന്ന് സംഘത്തിന് നേരെ കുറച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി വരുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക. സംഘത്തിന് നിങ്ങളുടെ തോൽവിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ വെറുതെ പറഞ്ഞ്
ആരെയെ തെറ്റിദ്ധരിപ്പിക്കും? സംഘപരിവാർ വളഞ്ഞിട്ടടിച്ചു തരും. ഈ CPM അവർ വളഞ്ഞിട്ട് വേണമെങ്കിൽ VD സതീശനെ വേണമെങ്കിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നതേ ഉള്ളൂ അഖിലേന്ത്യാ തലത്തിൽ അവർക്ക് എന്തെങ്കിലും ഭീഷണി ഏതെങ്കിലും സംസ്ഥാനത്ത് സൃഷ്ടിക്കാമെങ്കിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, സംശയമൊന്നുമില്ല. കർണാടകത്തിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്, ഇപ്പോൾ കേരളത്തിലുണ്ട്, തെലങ്കാനയിലും ഉണ്ട്. നിങ്ങളെവിടെ ഉണ്ട്? കേരളം തീർന്നതോടുകൂടി കംപ്ലീറ്റ് തീർന്നു. അറബിക്കടലിൽ പോയി. അവരുടെ തൂക്കുമരങ്ങൾ അറബിക്കടലിൽ നിങ്ങൾ മുദ്രാവാക്യം നിങ്ങൾ തന്നെ ഇപ്പോൾ അറബിക്കടലിലായി. ഇതല്ലേ സംഭവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ചുമ്മാ നിങ്ങളില്ലാത്ത വലിപ്പങ്ങൾ കാണിക്കല്ലേ. വർഗ ബഹുജന സംഘടനകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. പക്ഷേ അവർ വിവരമുള്ളവരാണ് കേട്ടോ പലരും. അവരെയൊന്നും ഇങ്ങനെ ചിരിക്കും, നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് ഉള്ളിൽ ചിരിക്കും, പുറമേ അത് സഖാവി എന്ന് പറഞ്ഞ് നിൽക്കുമെങ്കിലും. അതുകൊണ്ട് ഇത് കാര്യങ്ങൾ പറയരുത്. BJPക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കേസ് അവരുടെ കയ്യിലൊരു കേസ് കിട്ടി, അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ അവർ പോവും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. ആ അവധാനതയോടുകൂടിയാണ് നീങ്ങുന്നത്. ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യായിരുന്നു, അവർ ചെയ്തിട്ടില്ല. നിങ്ങളെ ആക്ഷേപിക്കണമെന്ന് വിചാരിക്കുന്നില്ല. പിണറായിയെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല, അടുത്തത് ചോദ്യം ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തതായി പിണറായി വിജയനെ ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ വീണ വിജയനെ അറസ്റ്റും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ മുദ്ര ഇറക്കി ഓടാ തെമ്മാടികൾ. നിങ്ങൾ എന്ത് ചെയ്യും? ഇറങ്ങി വന്നല്ലോ തെമ്മാടികൾ, വന്ന വഴിക്ക് അവർ പോവുകയും ചെയ്തു. നിങ്ങൾ എന്ത് കുന്തം ചെയ്തു? ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. വ്യവസ്ഥ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഗവൺമെൻറ്റിന് അറിയാം, കേന്ദ്ര ഗവൺമെൻറ്റിന് അറിയാം. അതിന് എന്തെങ്കിലും കുഴപ്പം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അവർക്കറിയാം. കണ്ടോ, ദയ ED തന്നെ തുടരുന്നു. എവിടെ ചീമുട്ടകൾ, എവിടെ ഇഷ്ടികകൾ, എവിടെ സിമൻറ്റ് കട്ടകൾ? വടിവാളുകൾക്കിടയിലൂടെ ഞാൻ നിവർത്തിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്നു പോയി എന്ന് പറയുന്ന പോലെ ED വന്നു പോയില്ലേ? ഇല്ലേ? ഇനിയും വരും, നമുക്ക് കാണാം. എന്തായാലും ED അതിവേഗം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ കേസിൽ വളരെ നിർണായകമായ ഒരു കേസാണ്. മുൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളുമാണ് സംശയത്തിൻ്റെ നിഴലിലുള്ളത്. കേസന്വേഷണം ഏതുവരെ എത്തും, അല്ലെങ്കിൽ ഏതൊക്കെ ദിശയിലേക്ക് പോകും? ഇവർ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭയക്കാനുമില്ല. കേരളീയർ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കേസായി മാസപ്പടി കേസ് മാറിയിരിക്കും.